നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കറൻസി ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ റുപ്പീസ്. എപ്പോഴും നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ കറൻസിയാണ് ഇന്ത്യൻ റുപ്പീസ്. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ രാജ്യത്താണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ യുഎസ് ഡോളേഴ്സ്. നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അറിയില്ലാത്ത വേറെ 2 കറൻസീസ് കൂടെയുണ്ട്. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾക്കിത് അറിയാം. പക്ഷേ നിങ്ങളത് അറിയാതിരിക്കുന്ന 2 കറൻസീസാണ്. അത് ഏതൊക്കെയാണ്? ആ 3 കറൻസീസ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നത്? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അറ്റ് ദി എൻഡിൽ ഞാൻ എങ്ങനെയാണ് ഇത് ഞാൻ ചെയ്തതിനുള്ള റീസൺ എന്താണ്? അപ്പോൾ ആ 3 കറൻസീസിൽ എനിക്ക് എങ്ങനെയാണ് 3 കറൻസീസ് വേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. അതെൻ്റെ മാത്രം പേഴ്സ്പെക്റ്റീവാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ കറൻസീസ് തന്നെ എന്താണെന്നുള്ളത് ആദ്യം പറയാം. 3 കറൻസീസ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ മണി, 2 ടൈം, 3 എനർജി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് അത് നിങ്ങളുടെ പ്രായം അല്ലെങ്കിൽ ഏജ് നിങ്ങൾക്ക് പ്രായമാകും തോറും, അല്ലെങ്കിൽ ഒരു മനുഷ്യന് പ്രായമാകും തോറും ഈ 3 കറൻസീസ് എങ്ങനെയാണ് ബാധിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, മോഹൻലാലിൻ്റെ ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോ ഉണ്ട്, യങ്ങായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, പിന്നെ അഡൽട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഫോട്ടോ ഉണ്ട്, പിന്നെ ഇപ്പോൾ ഓൾഡായി ഇരിക്കുന്ന കാലത്തെയും ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ഫേസാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് ശരിക്കും ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കറൻസീസ് എങ്ങനെയാണ് സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ നമുക്കത് കുറച്ച് ഫണ്ണിയായിട്ട് മനസ്സിലാക്കാൻ ഒരു ഗിഫ് വെച്ചിട്ട് പറയാം. നിങ്ങളൊരു യങ്ങായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം, ഒരു യൂത്ത് എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സമയമുണ്ട്, എനർജിയുണ്ട്, പക്ഷേ പൈസ വളരെ ലിമിറ്റഡാണ്. അത് യൂത്തായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെയാണ്? ടൈമും എനർജിയും നിങ്ങളുടെ കയ്യിലുണ്ട്. മണി വളരെ ലിമിറ്റഡാണ്. ഇനി അടുത്ത ഫേസ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഫേസിലേക്ക് നമ്മൾ അഡൽട്ട് ആകുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അഡൽട്ടിൽ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ, ഒരു 30-40 എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി. ഇതിപ്പോൾ ഒരു 30 വയസ്സിന് താഴെയുള്ളവരെ നമുക്ക് എങ്ങനെ പറയാം? 30 വയസ്സിന് മേളിൽ 30 ടു ഒരു 50 റഫ്ലി നമുക്ക് പറയാം. അഡൽട്ട്ഹുഡ് സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അഡൽട്ട്ഹുഡ് സമയത്ത് നമ്മുടെ കയ്യിൽ എന്താണ്? ജോലി ചെയ്ത് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാവും. എഗെയിൻ ഇപ്പോൾ ചില ആളുകൾ വന്നിട്ട് ചോദിക്കും, ഞാനിവിടെ പണിയെടുക്കുന്നതിനിടയിൽ ഇതിന് മാത്രം പൈസയൊന്നുമില്ല. പക്ഷേ ഒരു യങ്ങറായിരുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പേരൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുകയാണ്, ഒരു ഫാമിലീനെ നിങ്ങൾ പോറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മണിയുണ്ട്, ടൈം വളരെ കുറവാണ്. കാരണം കുട്ടികളുണ്ട്, ഫാമിലി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സമയം, ജോലിക്ക് പോകണം, എല്ലാം കൂടെ വന്നിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. അതുപോലെ തന്നെ എനർജിയും പയ്യെ ഡിപ്രീഷിയേറ്റിംഗ് ആണ്, എനർജിയും കുറഞ്ഞു വരുവാണ്. അതാണ് അഡൽട്ട്ഹുഡ് ഫേസിൽ സംഭവിക്കുന്നത്. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മോഹൻലാലിന് പ്രായമായി എന്ന് പറയുന്ന പോലെ പ്രായമാകുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പേരൻസ് റിട്ടയർ ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ പേരൻസിനെ അവരെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ കാണാൻ പറ്റും. അവരിൽ എന്താണുള്ളത്? ശരിക്കും ടൈമുണ്ട്, മണിയുണ്ട്, പക്ഷേ എനർജി വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ മെജോറിറ്റി ആളുകളും ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലികൾക്കൊക്കെ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള കുറേ ആളുകളിപ്പം ട്രാവലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ വന്നതിന് ശേഷം ഒത്തിരി ട്രാവലിനെ പറ്റിയിട്ടൊക്കെ വന്നിട്ട് നമ്മുടെ പേരൻസും ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അങ്കിൾ ആൻറ്റിമാരൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ തന്നെ ഓൾ ഇന്ത്യ ട്രിപ്പ്, മലേഷ്യ ട്രിപ്പ്, തായ്ലൻഡ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രിപ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിട്ടയർ ആയതിനു ശേഷം മാത്രമാണ് അവർക്ക് ട്രാവൽ പോസിബിൾ ആകുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോഴേ റിട്ടയർ ആകണം, അതുപോലെ തന്നെ ഇപ്പോഴേ ട്രാവൽ ചെയ്യണം, പല സ്ഥലങ്ങളും കാണുന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറേ പേരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ പേരൻസിൻ്റെ അത്രയും ടൈം അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർക്കൊരു ഫുൾ ടൈം ജോബ് ഉണ്ടാകും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് റൺ ചെയ്യണം. അപ്പോൾ ഈ ഒരു 3 ഫേസിലൂടെയാണ് മനുഷ്യൻ ശരിക്കും കടന്നു പോകുന്നത്. അപ്പം ഇത് ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് ഒരു ചാർട്ട് വെച്ചിട്ട് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 3 കറൻസീസ് എന്തൊക്കെയാണ്? ടൈം, എനർജി, മണി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. യങ്ങായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട്, അഡൽട്ടായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സമയം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾഡായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈം ഉണ്ടാകും. അതായത് യങ്ങും ഓൾഡിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, അഡൽട്ടിൽ നിങ്ങൾക്ക് സമയമില്ല. ഇനി എനർജിയുടെ സിറ്റുവേഷൻ എടുത്ത് എന്താണ്? യങ്ങായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആണ്, അഡൾട്ട്ഹുഡിൽ ഡിപ്രീഷിയേറ്റിംഗ് ആണ്, ഓൾഡ് ആകുമ്പോൾ എനർജി വളരെ കുറവാണ്. അതുപോലെ തന്നെ മണിയുടെ കേസിലായാലും യങ് സിറ്റുവേഷനിൽ വളരെ കുറവാണ്. അഡൽട്ട് ആകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ പൈസ ഉണ്ടായി തുടങ്ങുകയാണ്. അറ്റ് ദ എൻഡ് ഓൾഡ് ആയിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ ബാക്കി 2 ഫാക്ടേഴ്സ് വളരെ കുറവായിരിക്കും. സമയം അതിനകത്തുണ്ട്. അപ്പം ഇതാണ് ഒരു ജനറൽ കമ്പാരിസൺ. ഇനി ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്നൊരു ഗ്രാഫ് വെച്ചിട്ട് ഒരു വിഷ്വലി ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 കറൻസീസ് ഞാൻ അതിനെടുത്തിട്ട് നമ്മളൊരു ചാർട്ടിലേക്ക് പ്ലോട്ട് ചെയ്യുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇത് നമ്മളൊരു 100% നമ്മുടെ ഇവിടെ ഒരു നമ്മൾ വയൽ സെറ്റ് ചെയ്താൽ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ പ്രായം ആയിരിക്കുമ്പോൾ നമുക്ക് എന്താണ്? ഞാൻ ഒന്നുകൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിൽ ടൈമുണ്ട്, എനർജി ഉണ്ട്, പക്ഷേ നമ്മുടെ മൂന്നാമത്തെ കറൻസി, ശരിക്കും കറൻസി എന്ന് പറഞ്ഞ കറൻസി വളരെ കുറവാണ്.
അതാണ് ശരിക്കും നടക്കുന്നത്. ഇനി അടുത്ത ഇത് പെട്ടെന്നായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് ഇപ്പോൾ കല്യാണം കഴിച്ച 30-30+ നിൽക്കുന്ന ആളുകളാണ് അത്. ഞാൻ ഉൾപ്പെടെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കറൻസീസ് എങ്ങനെയാണ് ഇവരുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ഇവരുടെ കയ്യിൽ ടൈം വളരെ കുറവാണ്. തീർച്ചയായിട്ടും നമുക്ക് ടൈം എനർജി ഒരു മീഡിയം ലെവലിൽ വയ്ക്കാം. മണി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മണിയുണ്ട്, എനർജി ഉണ്ട്, ഇങ്ങനെ പറയാം. കാരണം അത്യാവശ്യം ജോലി കിട്ടി, സമ്പാദിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും എനർജി അവരേലുണ്ട്, അത്യാവശ്യം മണിയുണ്ട്, പക്ഷേ ടൈം വളരെ കുറവാണ്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഓൾഡ് ഏജ്, നമ്മുടെ പേരൻസിനെയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ പേരൻ്റായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. 3 കറൻസീസ് ഞാൻ എടുത്തിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഓൾഡ് ഏജ് പ്രായമാകുന്ന 60+ റിട്ടയർ ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ സിറ്റുവേഷൻ എന്താണ്? അവർക്ക് ടൈം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്, അതിനകത്തൊരു ചോദ്യമില്ല. എനർജി എന്താണ്? വളരെ കുറവാണ്. മണി എന്താണ്? മണി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരു വിഷ്വൽ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 ഇത് ഗ്രാഫ് പ്ലോട്ട് ചെയ്തത്. അപ്പം എങ്ങായിട്ട് നിൽക്കുന്ന ആളുകൾ, നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട 2 കറൻസീസ്, ഒന്ന് ടൈമാണ്, 2 എനർജിയാണ്. അത് 2 മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അഡൽട്ടായിട്ട് നിൽക്കുന്നവർക്ക് എന്തായാലും ഞാൻ പറയണ്ട. അതുപോലെ തന്നെ ഓൾഡായിട്ട് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് സമയം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിപ്പം അഡൽട്ടായിട്ട് നിൽക്കുന്ന ആളുകൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മണി എന്തായാലും ഉണ്ടാകും, ക്രമേണ സമയം കിട്ടും, പക്ഷേ എനർജി കുറയും. അപ്പം അതനുസരിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓൾഡായിട്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രായമാകുമ്പോൾ വരുന്ന 3 കറൻസീസ് ഞാൻ ഗ്രാഫിക്കലി കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്ത പോലെ എനിക്കെന്താണ് ഈ 3 കറൻസീസിൽ ഞാൻ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 3 കറൻസീസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കെന്ത് വേണം എന്നുള്ളത് ഞാൻ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് തന്നെ ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു ഗ്രാഫിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയത്. അപ്പം ഞാനിവിടെ എഴുതുകയാണ്. അപ്പം എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് അത്യാഗ്രഹിയായിട്ട് തന്നെ പറയാം, ലൈക്ക് എനിക്ക് ടൈം വേണം. എനിക്കിപ്പോൾ ഞാനൊരു അഡൽട്ട് ഫേസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മണിയും വേണം. ഈ 3 ഫാക്ടേഴ്സ് ഹിറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 3 സ്റ്റിക്കി നോട്ട്സ് നമുക്ക് 3 ഒരുപോലെ ഹിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ ഈ 3 കറൻസീസ് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ എക്സ്ട്രാ പറയണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അത് ഈ ചാനലിനെ ഗ്രോ ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ ഗ്രോ ചെയ്യുന്ന 1% ഡേ നിങ്ങളെ ഒന്ന് ഗ്രോ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ചാനൽ വഴി മാക്സിമം പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. വിഷ്വലിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള പല മെത്തേഡ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈഫ് സ്കിൽസിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനാണ് ഞാൻ എയിം ചെയ്യുന്നത്. അപ്പം പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.